ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. ഇവിടെയും ഓവർലോഡിംഗ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓവർലോഡിംഗ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂസിങ് ഫ്രണ്ട്സ്, യൂസിങ് ദ ഫ്രണ്ട് ഓപ്പറേറ്റർ ഫംഗ്ഷൻ. എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ എന്നുള്ളത് ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്. ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ മെമ്പർ ഫംഗ്ഷനാണ്. ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു നോർമൽ മെമ്പർ ഫംഗ്ഷൻ അല്ല, ക്ലാസ്സിന് പുറത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു നോർമൽ ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ദ ഫ്രണ്ട് ഫംഗ്ഷൻ ക്യാൻ ആക്സസ് പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്പെസിഫൈഡ് ക്ലാസ്. നമ്മുടെ കേസിൽ ഫോർ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് വി ഹാവ് ടു ഡിഫൈൻ ഓപ്പറേറ്റർ മെമ്പർ ഫംഗ്ഷൻ. ഓപ്പറേറ്റർ മെമ്പർ ഫംഗ്ഷൻ്റെ സിൻടാക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഓപ്പറേറ്റർ മെമ്പർ ഫംഗ്ഷൻ നമുക്ക് ഫ്രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫ്രണ്ടായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ക്ലാസ്സിൽ വരുന്ന പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രണ്ട് ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് ഏത് ക്ലാസ്സിൻ്റെയാണോ പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആക്സസ് ചെയ്യാനുള്ളത് ആ ഒരു ക്ലാസ്സിനകത്ത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് പറഞ്ഞിരിക്കണം. ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ്സിന് വെളിയിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, then അതിൻ്റെ സിൻടാക്സ് നോക്കാം. പ്രോട്ടോടൈപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 2 ആർഗ്യുമെൻറ്റ്സ് വരും. ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ 2 ഓപ്പറൻസ് ആണ് വരുന്നത്. ആ 2 ഓപ്പറൻസും ഇപ്പോൾ ഓബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്ട്സ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വരും. ദെൻ ഇത്തരം ഫ്രണ്ട് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ്സിന് പുറത്തു നിന്നുകൊണ്ടാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ എന്നാണ് ക്ലാസ് നെയിം. ദെൻ ആ ഒരു ക്ലാസ്സിനകത്ത് ഒരു ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. എക്സ് ആൻഡ് വൈ 2 വേരിയബിൾസ്, അതിൻ്റെ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഇൻറ്റീജർ വാല്യൂസ് ആണ്. ദെൻ പ്രിൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ തന്നെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ദെൻ ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇതൊരു ഫ്രണ്ട് ഓപ്പറേറ്റർ ഫംഗ്ഷനാണ്. ഇതൊരു നോൺ മെമ്പർ ഫംഗ്ഷൻ ആയിരിക്കും. ബട്ട് അതിൻ്റെ പ്രോട്ടോടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ സാമ്പിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ റിട്ടേൺ ടൈപ്പ് ഈസ് ഓബ്ജക്റ്റ്, ദെൻ ഫ്രണ്ട് കീവേഡ്, ദെൻ ഓപ്പറേറ്റർ കീവേഡ്, ദെൻ ഓപ്പറേറ്റർ ടു ബി ഓവർലോഡഡ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് ഞാനിവിടെ ഓവർലോഡ് ചെയ്യുന്നത്. ദെൻ ആർഗ്യുമെൻറ്റ്സ് 2 പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. 2ഉം ഓബ്ജക്ട്സ് തന്നെയാണ്. ആംപർസാൻഡ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത് റെഫറൻസ് ആണ്, റെഫറൻസ് വേരിയബിൾസ് ആണ്. അപ്പോൾ അവിടെ പ്രോട്ടോടൈപ്പ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ക്ലാസ്സിന് പുറത്തു നിന്നുകൊണ്ട് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അവിടെ ചെയ്തിരിക്കുന്നത് നോക്കുക. ഓപ്പറേറ്റർ ഫംഗ്ഷനകത്ത് ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സാമ്പിൾ സ്പേസ് ടെമ്പ്. സാമ്പിൾ എന്ന് പറയുന്നത് ക്ലാസ് നെയിമാണ്. അപ്പോൾ ഓബ്ജക്റ്റ് ആണ് ടെമ്പ് എന്ന് പറയുന്നത്. ദെൻ ടെമ്പ് ഡോട്ട് എക്സ്, ടെമ്പ് എന്ന് പറയുന്ന ഓബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു ob1 ഡോട്ട് എക്സ് പ്ലസ് ob2 ഡോട്ട് എക്സ്. ഇപ്പോൾ 2 ഓബ്ജക്ട്സ് ആണത്, ob1 ob2. ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ അവിടെ പാസ് ചെയ്യുന്ന 2 ഓബ്ജക്ട്സ് ob1 ob2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് ആഡ് ചെയ്ത് ടെമ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വേരിയബിളിൽ സേവ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ വൈയുടെ വാല്യൂ സെയിം, ടെംപ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു ob1 ഡോട്ട് വൈ പ്ലസ് ob2 ഡോട്ട് വൈ. അപ്പോൾ ആഡ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ടെമ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ വേരിയബിൾസിൽ സേവ് ചെയ്തിട്ടുണ്ട്. ടെമ്പ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്. ദെൻ മെയിൻ ഫംഗ്ഷൻ നോക്കുക. ഞാൻ 3 ഓബ്ജക്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, obj1, obj2 ആൻഡ് obj3. ദെൻ ഇൻപുട്ട് ഫംഗ്ഷൻ obj1 വെച്ച് കോൾ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഒന്നുകൂടി നോക്കുക. ദിസ് വൺ, എക്സ് ആൻഡ് വൈ വാല്യൂസ് എൻ്റർ ചെയ്യാനായിട്ട് യൂസറിനോട് ചോദിക്കുന്നുണ്ട്. കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന 2 വാല്യൂസ് എക്സ് ആൻഡ് വൈയിൽ
സേവ് ചെയ്യുന്നുണ്ട്. ദെൻ എഗെയിൻ ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് യൂസിങ് obj2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കുക, obj3 ഈസ് ഈക്വൽ ടു obj1 പ്ലസ് obj2. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഫ്രണ്ടായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഫങ്ഷൻസ് ഇൻവോക്ക് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റ് വേണമെന്നില്ല. ആ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ഫങ്ഷൻ വിൽ ബി കോൾഡ്. ഇവിടെ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. സോ obj1 ആൻഡ് obj2 ഈ രണ്ട് ഒബ്ജക്ട്സും ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ obj1 ആൻഡ് obj2 വിൽ ബി ട്രീറ്റഡ് ആസ് 2 ആർഗ്യുമെൻറ്റ്സ്. സോ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. അത് നമുക്ക് നോക്കാം. ഇതാണ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ. അപ്പോൾ 2 ഓബ്ജക്ട്സ് അവിടെ പാസ് ചെയ്യുന്ന obj1 ആൻഡ് obj2, അത് ob1 ആൻഡ് ob2 ആയിട്ട് എടുക്കുന്നുണ്ട്. ദെൻ ടെമ്പ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അവിടെ അഡിഷൻ നടക്കുന്നുണ്ട്. ob1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും ob2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സും ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ടെമ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വേരിയബിളിൽ സേവ് ചെയ്യുന്നു. അതേപോലെ ob1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയും ob2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയും തമ്മിൽ ആഡ് ചെയ്യുന്നുണ്ട്. ടെമ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വേരിയബിളിൽ സേവ് ചെയ്യുന്നു. ദെൻ ടെമ്പ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുക. റിട്ടേൺ ചെയ്യുന്ന ടെമ്പ് വേരിയബിൾ obj3 ഈക്വൽ ടു obj1 പ്ലസ് obj2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന ടെമ്പ് ഓബ്ജക്റ്റ് obj3ലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ വേരിയബിൾസ് അതിലുള്ള വാല്യൂസ് obj3ലോട്ട് മാപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കുക, obj3 ഡോട്ട് പ്രിൻറ്റ്. അപ്പോൾ obj3യിൽ അപ്പോൾ obj3യിലുള്ളത് സം റിസൾട്ടാണ്. സോ obj3യിലുള്ളത് ആഡ് ചെയ്ത റിസൾട്ടാണ്. കറസ്പോണ്ടിങ് എക്സ് ആൻഡ് വൈ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യും. ഒരു പ്രിൻറ്റ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഒന്നുകൂടി നോക്കാം. കണ്ടോ, ടോട്ടൽ എക്സ് ഈക്വൽ ടു എക്സ് പ്രിൻറ്റ് ചെയ്യും. അതായത് obj3 വെച്ചിട്ടാണ് പ്രിൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ obj3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യും. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ എക്സ്. ഞാനിവിടെ 5 എന്ന് കൊടുക്കുകയാണ്. ദെൻ 4. അപ്പോൾ obj1ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വൈയുടെ വാല്യൂ കൊടുത്തു. ദെൻ obj2 വെച്ച് എഗെയിൻ ഇൻപുട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. എഗെയിൻ എക്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. മറ്റൊരു വാല്യൂ കൊടുക്കാം, 5 വേണ്ട, 3 കൊടുക്കാം. 3 വൈയുടെ വാല്യൂ 2. കണ്ടോ, ടോട്ടൽ എക്സ് ഈക്വൽ ടു 8 ആൻഡ് ടോട്ടൽ വൈ ഈസ് ഈക്വൽ ടു 6. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് സ്ട്രിങ്സ് യൂസിങ് ഓപ്പറേറ്റേഴ്സ്. സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇറ്റ് ഇസ് എ ക്യാരക്ടർ അറേ. സിയിൽ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ C++ we can use different string related functions, string handling functions. പക്ഷേ ഇത്തരം സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഫയലിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ, ലൈബ്രറി ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രിങ് റിലേറ്റഡ് ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രിങ് കമ്പയർ ചെയ്യാൻ, സ്ട്രിങ്സ് കൺകാറ്റനേറ്റ് ചെയ്യാൻ ഒത്തിരി ഫങ്ഷൻസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓൾറെഡി ഹെഡർ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, 3 സ്ട്രിങ് റിലേറ്റഡ് ഓബ്ജക്ട്സ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. സ്ട്രിങ് സ്പേസ് ഓബ്ജക്റ്റ് അവിടെ S1 ആണ്. ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആർഗ്യുമെൻ്റ് ആയിട്ടാണ് അവിടെ ക്യാരക്ടേഴ്സ് പാസ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കും. ഹലോ എന്ന് പറയുന്ന വേർഡ് അതൊരു സ്ട്രിങ് ആണ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കറസ്പോണ്ടിങ് ഓബ്ജക്റ്റ് S1. ദെൻ മറ്റൊരു ഓബ്ജക്റ്റ് S2 സ്ട്രിങ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ആണ്. അവിടെ സ്പേസ് വേൾഡ്
മറ്റൊരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്ട്രിങ് ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്തു, സ്ട്രിങ് S3. ദെൻ അവിടെ അസൈൻ ചെയ്തിരിക്കുകയാണ് S1 പ്ലസ് S2. S1ഉം S2ഉം സ്ട്രിങ് ഓബ്ജക്ട്സ് ആണ്. 2 സ്ട്രിങ്സ് അവിടെ വരുന്നുണ്ട്, ഹലോ ആൻഡ് വേൾഡ്. ഇവിടെ പ്ലസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്ട്രിങ് റിലേറ്റഡ് ഓപ്പറേറ്റർ ആയിട്ട് അത് വരുമ്പോൾ അത് സ്ട്രിങ് കൺകാറ്റനേഷനാണ്. അപ്പോൾ ഹലോ വേൾഡ് അങ്ങനെ കൺകാറ്റനേറ്റ് ചെയ്ത റിസൾട്ട് S3 പാസ് ചെയ്തിരിക്കുകയാണ്. S3 എന്ന് പറയുന്ന ഒബ്ജക്റ്റിലോട്ട് പാസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവിടെ S3 പ്രിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ തന്നെയാണ്. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അവിടെ സ്ട്രിങ് കൺകാറ്റനേഷനാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ദർ ഇസ് എ പ്രോഗ്രാം ടു കൺകാറ്റനേറ്റ് 2 strings യൂസിങ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ആ ഒരു പ്രോഗ്രാമിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് റിലേറ്റഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് ഹെഡർ ഫയൽ ലൈബ്രറി ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ എന്നാണ് ക്ലാസ് നെയിം. പബ്ലിക് ഫീൽഡിൽ 2 ക്യാരക്ടർ അറേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, S1 ആൻഡ് S2. നമുക്കറിയാം ക്യാരക്ടർ അറേ എന്ന് പറയുമ്പോൾ സൈസ് സ്പെസിഫൈ ചെയ്യണം. സ്ക്വയർ ബ്രാക്കറ്റ്സിൽ അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 2 ക്യാരക്ടർ അറേസും 25 ആണ് സൈസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് സൈസ് സ്പെസിഫൈ ചെയ്യാം, മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ മറ്റൊരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് സാമ്പിൾ എന്ന് തന്നെയാണ്, ക്ലാസ് നെയിം തന്നെയാണ്. ഫംഗ്ഷൻ നെയിം ക്ലാസ് നെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയാണ് കൺസ്ട്രക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് കൂടി വരുന്നുണ്ട്, 2 ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സും എന്ത് തന്നെയാണ്? ക്യാരക്ടർ അറേസ് തന്നെയാണ്. 2 ക്യാരക്ടർ അറേസ് വരുന്നുണ്ട്. ക്യാരക്ടർ അറേ str1, മറ്റൊരു ക്യാരക്ടർ അറേ str2. രണ്ടും ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത്തരം ആർഗ്യുമെൻറ്റ്സ് ഉള്ള കൺസ്ട്രക്ടറിനെ പാരാമെട്രൈസ്ഡ് കൺസ്ട്രക്ടർ എന്നാണ് പറയുക. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആർഗ്യുമെൻറ്റ്സ് കൂടി പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്തരം ഫങ്ഷൻസ് കോൾ ചെയ്യും. ദെൻ അതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, strcpy. ഇത് ഓൾറെഡി ഒരു ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. സ്ട്രിങ് ഹെഡർ ഫയലിൽ ലൈബ്രറി ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. strcpy എന്ന് പറയുന്നത് സ്ട്രിങ് കോപ്പി ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അവിടെ പാരാമീറ്റേഴ്സ് നോക്കുക, S1, str1. ഇതിൻ്റെ മീനിങ് ഇതാണ്. str1 എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഓബ്ജക്റ്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രിങ് S1 പാസ് ചെയ്യും, കോപ്പി ചെയ്യും. S1 കോപ്പി ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കുക. വീണ്ടും strcpy സ്ട്രിങ് കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. S2, str2. ഓക്കെ, str2 സ്ട്രിങ് S2 കോപ്പി ചെയ്യാണ്. ദെൻ ഓപ്പറേറ്റർ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റർ, ദെൻ അവിടെ ഓപ്പറേറ്റർ ടു ബി ഓവർലോഡഡ്, അവിടെ പ്ലസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് അവിടെ ഓവർലോഡ് ചെയ്യുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലൈൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സി ഔട്ട്. എന്താ പ്രിൻ്റ് ചെയ്യുന്നത്? strcat സ്ട്രിങ് റിലേറ്റഡ് ഫംഗ്ഷനാണ്. സ്ട്രിങ് കൺകാറ്റനേഷന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് strcat. S1, S2 അവിടെ ആർഗ്യുമെൻറ്റ്സ് ആണ്. S1ഉം S2ഉം 2 സ്ട്രിങ്സ് ആയിരിക്കും. അതിനെ കൺകാറ്റനേറ്റ് ചെയ്യുന്നുണ്ട്. കൺകാറ്റനേറ്റ് ചെയ്ത റിസൾട്ട് പ്രിൻ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സി ഔട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സി ഔട്ട്, ദെൻ ഓപ്പറേറ്റർ, സ്ട്രിങ് കൺകാറ്റനേഷൻ strcat, ആർഗ്യുമെൻറ്റ്സ് S1, S2. അപ്പോൾ ഓവർലോഡ് ചെയ്തതുകൊണ്ട് എപ്പോഴാണോ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ നോക്കാം. അവിടെയും 2 ക്യാരക്ടർ അറേസ് പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ അറേ str1 സൈസ് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് അവിടെ പാസ് ചെയ്തിരിക്കുകയാണ്. ദെൻ മറ്റൊരു സ്ട്രിങ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്പേസ് വേൾഡ് എന്നാണ്. അത് str2 പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സാമ്പിൾ സ്പേസ് obj. ദെൻ ആർഗ്യുമെൻറ്റ്സ് str1, str2. അവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു.
ആർഗ്യുമെൻസും പാസ് ചെയ്തു. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രക്ടർ ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. അവിടുത്തെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ നോക്കുക. സ്ട്രിങ് കോപ്പി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രിങ് കോപ്പി S1, str1. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് S1 കോപ്പി ചെയ്തു. ദെൻ അഗെയിൻ strcpy S2, str2. അവിടെ സെക്കൻഡ് സ്ട്രിങ് ഒബ്ജക്റ്റിലുള്ള വാല്യൂ S2 കോപ്പി ചെയ്യാണ്. സോ S1, S2 രണ്ട് ക്യാരക്ടർ അറയിലോട്ട് കോപ്പി ചെയ്തു. സ്ട്രിങ് 1 ആൻഡ് സ്ട്രിങ് 2. സ്ട്രിങ് 1 എന്ന് പറയുന്ന ഹലോ ആയിരുന്നു. സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് സ്പേസ് വേൾഡ്, അത് S2 പാസ് ചെയ്തു. ദെൻ മെയിൻ ഫംഗ്ഷനിലെ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് പ്ലസ് OBJ. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ തന്നെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ വിൽ ബി കോൾഡ് പ്ലസ് OBJ. ഓക്കെ, അവിടെ നോക്കുക ഓപ്പറേറ്റർ ഫംഗ്ഷൻ. അവിടെ സ്ട്രിങ് കൺകാറ്റനേഷനാണ് പറഞ്ഞിരിക്കുന്നത് S1, S2. അപ്പോൾ ഹലോ ദെൻ സ്പേസ് വേൾഡ്, അത് കൺകാറ്റനേറ്റ് ചെയ്ത് റിസൾട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ സ്ട്രിങ് റിലേറ്റഡ് ഫങ്ഷൻസ്, സ്ട്രിങ് കൺകാറ്റനേഷനും സ്ട്രിങ് കോപ്പിയും നമ്മൾ യൂസ് ചെയ്തു. നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം. കണ്ടോ, കൺകാറ്റനേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ് ഹലോ വേൾഡ്. ഓക്കെ, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓപ്പറേറ്റേഴ്സ് ഓവർലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ് മാത്രമേ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റൂ. ന്യൂ ഓപ്പറേറ്റേഴ്സ് കനോട്ട് ബി ക്രിയേറ്റഡ്. നമുക്ക് പുതിയതായിട്ട് ഓപ്പറേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഓവർലോഡ് ചെയ്യാം, അഡീഷണൽ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ദ ഓവർലോഡഡ് ഓപ്പറേറ്റർ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഓപ്പറൻറ്റ് ദാറ്റ് ഈസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ്. ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുമ്പോൾ ഒരു ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ആയിരിക്കണം. യൂസർ ഡിഫൈൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഓബ്ജക്റ്റ് ആവാം. ഓക്കെ, യൂണിറ്ററി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്, ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്. യൂണിറ്ററി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണെങ്കിൽ ഒരു ഓപ്പറൻറ്റ് മാത്രമാണ് വരുന്നത്. ആ ഒരു ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ രണ്ട് ഓപ്പറൻറ്റ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് അതും യൂസർ ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുമ്പോൾ സിൻടാക്സ് റൂൾസ് ഫോളോ ചെയ്യണം. എക്സിസ്റ്റിംഗ് ഓപ്പറേറ്ററിൻ്റെ, അതായത് ഒറിജിനൽ ഓപ്പറേറ്റേഴ്സിൻ്റെ സിൻടാക്സ് റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ദെൻ എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, അതായത് ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ പോയിൻ്റർ ടു മെമ്പർ ഓപ്പറേറ്റർ, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇത്തരം ഓപ്പറേറ്റേഴ്സ് ഒന്നും തന്നെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഓപ്പറേറ്റർ ഓവർലോഡഡ് ഫങ്ഷൻസ് നമുക്ക് ഫ്രണ്ടായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, ഇത്തരം ഓപ്പറേറ്റേഴ്സ് നോർമൽ ഓപ്പറേറ്റർ ഫങ്ഷൻ വെച്ച് നമുക്ക് ഓവർലോഡ് ചെയ്യാം. ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.